നമ്മൾ രാവിലെ പത്രം നോക്കിയാലും TV നോക്കിയാലും സോഷ്യൽ മീഡിയ നോക്കിയാലും എന്താ കാണുന്നത്? ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധം, അപകടം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്, ഇല്ലേ? ശാരീരികമായ സഹായങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്, ധനപരമായ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടോ അവിടെയുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന്? അവർ നേരിടുന്ന ഭയം എന്താണ്? അവർ നേരിടുന്ന പ്രതിസന്ധികൾ, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമസ്തേ, ഞാൻ ഡോക്ടർ അർജുൻ ചന്ദ്, ആയുർവേദ സൈക്യാട്രി ആൻഡ് സൈക്കോളജി പ്രാക്ടീഷണറാണ്. ഇത്തവണത്തെ മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അപകടങ്ങളിലും ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും അത്യാഹിതങ്ങളിലും പെടുന്ന ആൾക്കാരുടെ മാനസികാരോഗ്യത്തിന് വേണ്ട സേവനം എത്തിക്കുക എന്നുള്ളതാണ്. ആരാണ് ആ സേവനം എത്തിക്കേണ്ടത്? മാനസികാരോഗ്യവും അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ദുരന്തമുഖങ്ങളിൽ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അത് ഭൗതിക സഹായം മാത്രമല്ല, കേവലമായ ശാരീരിക സഹായം മാത്രമല്ല, അവർക്ക് ധൈര്യം പകരാനും അവരുടെ മനസ്സിനെ തിരിച്ച് പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന മാനസികമായ ആരോഗ്യം കൊടുക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രക്ഷുബ്ധമായ പ്രകൃതിയിലും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ ശാന്തമായിരിക്കുക. എന്തിനാണ്? ആ ശാന്തമായ മനസ്സിൽ മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും, അത് മെഡിക്കൽ പ്രൊഫഷണലാകാം, സഹായിക്കുന്നവരാവാം, ഒരുപക്ഷെ ദുരന്തം ഫേസ് ചെയ്യുന്നവരുമാവാം. ആർക്കായാലും അവരുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കിതിനെങ്ങനെ മുൻകരുതലുകൾ എടുക്കാം? നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില ചെറിയ പ്രതിസന്ധികൾ പോലും തരണം ചെയ്യാൻ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ആ നമ്മൾ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ദുരന്ത മുഖത്ത് എന്തുമാത്രം കഷ്ടപ്പെടും ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ. അതിന് നമുക്ക് തയ്യാറെടുക്കണ്ടേ? നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകൾ, ജീവിത രീതികൾ, ആയുർവേദത്തിൽ പറയുന്ന സദ്വൃത്തം പോലുള്ള കാര്യങ്ങൾ, യോഗ, പ്രാണായാമം തുടങ്ങിയവ കൃത്യമായി നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാനസികമായി ഉയരും. അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധിയെയും നമ്മുടെ ജീവിതത്തിൽ അതിജീവിക്കാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ സഹോദരങ്ങളുടെ പ്രതിസന്ധികളിൽ നമുക്ക് സഹായിക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? ആയുർവേദ ജീവിത രീതിയിലേക്ക് വരൂ. മാനസിക സ്വാസ്ഥ്യം ഉയർത്തൂ, നമുക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും.